ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോ ജസ്റ്റ് ഒരു 15 മിനിറ്റ് കൊണ്ട് നമ്മുടെ ഫേസ് ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ഗ്ലോ പ്രൊവൈഡ് ചെയ്യാനും നല്ലൊരു റേഡിയൻസ് കിട്ടാനും ബ്രൈറ്റൻ ചെയ്യാനും അതേപോലെ തന്നെ ലോങ് ടേം ആയിട്ടുള്ള പിഗ്മെന്റേഷൻ ഒക്കെ റിഡ്യൂസ് ചെയ്യാനും ഇനിയിപ്പോൾ ബ്ലെമിഷേഴ്സ് ഡാർക്ക് സ്പോട്ട് പിന്നെ കുറേ നാളായിട്ട് പോകാണ്ട് ലോങ് ടേം ആയിട്ടുള്ള സ്കാർസ് ഒക്കെ നമ്മുടെ സ്കിന്നിൽ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് നന്നായിട്ട് ഫെയ്ഡ് ചെയ്യാനും ഇല്ലാണ്ടാക്കാൻ വേണ്ടിയൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഇത് മാത്രമല്ല പിമ്പിൾസ് വരെ റെഡ്യൂസ് ചെയ്യാൻ വരെ കപ്പാസിറ്റി ഉള്ള ഒരു ഫേസ് മാസ്ക് ആണ് കേട്ടോ ഇന്ന് നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നത്. അതിന് രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രം മതി. എന്തൊക്കെയാണ് നമുക്ക് ഈ ഒരു ഫേസ് പാക്ക് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടതെന്ന് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് നമുക്ക് റെഡ് സാൻഡൽ പൗഡറാണ് കേട്ടോ. അതായത് നമ്മുടെ രക്തചന്ദന പൊടിയാണ്. പൊടിയായിട്ട് നമുക്ക് വാങ്ങാൻ കിട്ടും. അരച്ച് തേക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതിലേക്ക് നമുക്ക് മിക്സ് ചെയ്യാൻ തേനോ റോസ് വാട്ടറോ മിൽക്കോ ഒക്കെ നമുക്ക് ആഡ് ചെയ്യാം. ഞാനിവിടെ ചൂസ് ചെയ്തിട്ടുള്ളത് റോസ് വാട്ടറാണ് കേട്ടോ. എത്ര നേരമാണ് നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടത് നോക്കുകയാണെങ്കിൽ ഒരു 15 to 30 വരെ മാക്സിമം മതി, അല്ലെങ്കിൽ ഒരു 20 മിനിറ്റ് ഒക്കെ മതിയാവും. അതിനുശേഷം നമുക്ക് നോർമൽ പ്ലെയിൻ വാട്ടറിൽ വാഷ് ഓഫ് ചെയ്ത് വരികയാണ് ചെയ്യുന്നത്. ആദ്യം നമ്മൾ ചന്ദനപ്പൊടി അതായത് റെഡ് സാൻഡൽ പൗഡർ നന്നായിട്ടൊരു ബൗളിൻ്റെ അടുത്ത് ആവശ്യത്തിന് നീഡഡ് ക്വാണ്ടിറ്റി ഇട്ടിട്ട് അതിലേക്ക് നീഡഡ് ക്വാണ്ടിറ്റി റോസ് വാട്ടർ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഒരുപാട് ലിക്വിഡ് ആവാൻ പാടില്ല, എന്നാൽ ടൂ മച്ച് തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസി ആകാൻ പാടില്ല. അത്യാവശ്യം നമുക്കറിയാമല്ലോ ഫേസ് പാക്കിന് വേണ്ട ആ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം എടുക്കാൻ വേണ്ടിയിട്ട്. ഫേസ് ഓവറോൾ നീഡഡ് ക്വാണ്ടിറ്റി അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മളൊരു 15 മിനിറ്റ് എന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനിവിടെ 15 മിനിറ്റ് മാത്രമേ ഉള്ളൂ വെയിറ്റ് ചെയ്യുന്നുള്ളൂ. പിന്നെ നമ്മൾ നോർമൽ പ്ലെയിൻ വാട്ടറിൽ വാഷ് ഓഫ് ചെയ്ത് വരികയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിനി 15 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. അങ്ങനെ 15 മിനിറ്റിന് ശേഷം എൻ്റെ ഫേസ് വാഷ് ഓഫ് ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു ഗ്ലോയിങ് കോംപ്ലക്ഷൻ ആണ് ഫസ്റ്റ് യൂസിൽ തന്നെ നമുക്ക് റിസൾട്ട് ചെയ്യുന്നത്. ഒരു പ്രാവശ്യം യൂസ് ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു വിസിബിൾ റിസൾട്ട് നമ്മുടെ സ്കിന്നിൽ അറിയാൻ പറ്റും കേട്ടോ. അതോടൊപ്പം തന്നെ ഇത് ഒരുപാട് ടൈമൊന്നും ഇല്ലല്ലോ, ജസ്റ്റ് ഒരു 15 മിനിറ്റ് മതി. ആരെക്കൊണ്ടും പറ്റുന്ന ഒരു പാക്ക് തന്നെയാണ്. ജസ്റ്റ് ഈ ഒരു പൗഡർ നമ്മൾ മിക്സ് ചെയ്തിട്ട് ഫേസിൽ അപ്ലൈ ചെയ്യല്ലേ വേണ്ടുള്ളൂ. ഇനി നമ്മൾ ഫേസ് പാക്ക് അപ്ലൈ ചെയ്യുമ്പം കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ഫേസ് പാക്ക് എപ്പോഴും നമ്മൾ നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യുമ്പം നമ്മൾ മാക്സിമം 15 മിനിറ്റ് 20 മിനിറ്റ് ഒക്കെ മതിയാവും നമുക്കറിയാം. അതേപോലെ തന്നെ ചില ആൾക്കാർ നമുക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ട് ഡെയിലി യൂസ് ചെയ്യും. ഡെയിലി ഒരിക്കലും യൂസ് ചെയ്യരുത്. വീക്കിലി അതായത് ആഴ്ചയിൽ 3 പ്രാവശ്യം അല്ലെങ്കിൽ 2 പ്രാവശ്യമൊക്കെ യൂസ് ചെയ്താൽ മതി നമുക്ക് ബെസ്റ്റ് റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. അതായത് നമ്മൾ ഡെയിലി അതായത് ഒരു ഡേ യൂസ് ചെയ്തിട്ട് നെക്സ്റ്റ് ഡേ യൂസ് ചെയ്യരുത്, അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകരുത്. നിങ്ങളിപ്പം മൺഡേ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ തേഴ്സ്ഡേ അല്ലെങ്കിൽ വെനസ്ഡേ അല്ലെങ്കിൽ ഫ്രൈഡേ അങ്ങനെ നമ്മൾ ഓൾട്ടർ ആയിട്ട് ഇടവിട്ട് ചൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇതിൽ നമുക്ക് രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, റോസ് വാട്ടറും പിന്നെ റെഡ് സാൻഡൽ പൗഡറും. ഇത് രണ്ടിൻ്റെയും ബെനിഫിറ്റ് എന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്ന് ഓവറായിട്ട് ഡ്രൈ ആക്കുന്നില്ല. റോസ് വാട്ടർ എന്നൊക്കെ പറയുന്നത് അത്യാവശ്യം നല്ലൊരു ഹൈഡ്രേഷനൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. പിന്നെ നമുക്ക് ഇതേപോലത്തെ ബ്യൂട്ടി റിലേറ്റഡ് ആയിട്ടുള്ള സംഭവത്തിലൊക്കെ നമ്മൾ ആഡ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് കൂടിയാണ് റോസ് വാട്ടർ എന്ന് പറയുന്നത്. അഫോർഡബിൾ പ്രൈസിൽ അവൈലബിൾ ആയിട്ടുള്ള രണ്ട് പ്രൊഡക്ട്സ് മാത്രമേ ഉള്ളൂ ഞാനിവിടെ ചൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ വ്യൂ പ്രൊഡക്റ്റിൽ നിങ്ങൾക്ക് സാൻഡൽ പൗഡറിൻ്റെയും റോസ് വാട്ടറിൻ്റെ ഒക്കെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം കേട്ടോ. ഫേസ് പാക്കിൻ്റെ ഒക്കെ, അതായത് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ എളുപ്പമാവുമല്ലോ അതിന് വേണ്ടിയിട്ട് കേട്ടോ. അതോടൊപ്പം തന്നെ നമുക്ക് നെക്സ്റ്റ് പറയാനുള്ള കാര്യം, നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ മുഖം നല്ല രീതിക്ക് ക്ലെൻസ് ചെയ്തിട്ടുണ്ടാവണം. എന്നിട്ട് വേണം നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ സംസാരിക്കും. മുഖം ഒരുപാട് ഇങ്ങനത്തെ എന്താ പറയുക ആക്ഷൻസ് ഒന്നും കാണിക്കരുത്. അതായത് നമ്മൾ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ വലിഞ്ഞിട്ട് നമ്മുടെ സ്കിന്നിൻ്റെ ഇലാസ്റ്റിസിറ്റി നഷ്ടപ്പെടും. വലിച്ചിലുണ്ടാവാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ് കേട്ടോ ഫേസ് പാക്ക് ഒക്കെ അപ്ലൈ ചെയ്യുമ്പോൾ. പിന്നെ നമ്മൾ എത്ര നല്ല മാസ്ക് അപ്ലൈ ചെയ്താലും നമ്മുടെ pHന്റെ ബാലൻസ് ചെറുതായിട്ട് ഡിസ്റ്റർബ് ആക്കും. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ഇതേപോലത്തെ ഫേസ് പാക്ക് ഒക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്യാൻ പാടില്ല. നല്ലൊരു മോയ്സ്ചറൈസർ, അതായത് നിങ്ങളുടെ സ്കിൻ ടൈപ്പ് ഏതാണോ ആ സ്കിൻ ടൈപ്പിന് അനുസരിച്ചിട്ടുള്ള മോയ്സ്ചറൈസർ യൂസ് ചെയ്യാം. പിന്നെ ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി, ഈ ഒരു ഫേസ് പാക്ക് എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും യൂസ്ഫുൾ ആണ് കേട്ടോ. നിങ്ങൾ ഓയിലി സ്കിൻ ഒക്കെ ആണെങ്കിൽ നമ്മുടെ എക്സസ് ആയിട്ടുള്ള ഓയിൽസ് ഒക്കെ നല്ല രീതിക്ക് റിമൂവ് ആയി കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ. അതോടൊപ്പം തന്നെ യൂണിസെക്സ് ആയിട്ടുള്ളൊരു ഫേസ് പാക്ക് ആണ്, ബോത്ത് മെൻ ആൻഡ് വിമന് യൂസ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ഈ ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ചൂസ് ചെയ്തിട്ടുള്ളത് അക്വാലോജിക്കയുടെ മോയ്സ്ചറൈസർ ആണ് കേട്ടോ. ഇതിന്റെ കൺസിസ്റ്റൻസി അത്ര അങ്ങോട്ട് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു കൺസിസ്റ്റൻസി അല്ല മോയ്സ്ചറൈസറിൻ്റെ. ഇത് കുറച്ച് തിക്കായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു നിങ്ങളൊരു ഡ്രൈ അല്ലെങ്കിൽ ഒരു നോർമൽ സ്കിന്നുകാരാണെങ്കിൽ നിങ്ങൾക്ക് പറ്റിയൊരു മോയ്സ്ചറൈസർ ആണെന്നാണ് തോന്നുന്നത്. കൺസിസ്റ്റൻസി തിക്കാണെങ്കിലും അപ്ലൈ ചെയ്യുമ്പം ആപ്ലിക്കേഷൻ വൈസ് നോക്കുമ്പോൾ സ്മൂത്ത് ആയിട്ട് തന്നെ ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് അപ്ലൈ ചെയ്യുന്ന ആ ഒരു
കംഫർട്ട് നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ അപ്ലൈ ചെയ്ത് കഴിയുമ്പം. അതായത് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ഓവർ ചെയ്യുമ്പോൾ, മസാജ് ഓവർ ചെയ്യുമ്പം ഒരുപാട് തിക്ക് പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. നല്ല അടിപൊളി ലവബിൾ ആയിട്ടുള്ള ഒരു ഫ്രാഗ്രൻസ് ആണ് കേട്ടോ, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടാറ്റാ.